ഈ രണ്ട് മുന്നണിയും കാലാകാലങ്ങളായി ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായി കേരളത്തിന്റെ പൊതുസമൂഹത്തെ വഞ്ചിച്ചു കൊണ്ടുപോകുന്ന രണ്ട് മുന്നണികൾ. അവർക്ക് ബദലായി BJPയുടെ 3 പ്രതിനിധികൾ. ആ 3 പ്രതിനിധികളാണ് കേരള നിയമസഭയിലെ യഥാർത്ഥ പ്രതിപക്ഷമെന്ന് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനതാൽപര്യം അനുസരിച്ച്, ജനാഭിലാഷം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് BJP ആണ്. BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യമാണ് എന്നുള്ളത് നിയമസഭയിലെ ആദ്യ സെക്ഷനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം ജനപക്ഷത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് BJP ആണ്. കേരളത്തിലെ ജനാഭിലാഷത്തിന് അനുസൃതമായി കേരള നിയമസഭയിൽ നിലപാടെടുക്കുന്നുണ്ട്. മലയാളി ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിജിയുടെ പ്രതിനിധി കേരളം ഭരിക്കണമെന്നാണ്. ആ തരത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അഴിമതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന രണ്ട് മുന്നണികൾ. ഏറ്റവും അവസാനം പാർട്ടി ഏറ്റെടുത്തിട്ടുള്ള PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. CPM-കാരെ തിരികെ കയറ്റാൻ വേണ്ടി 58 മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റിൽ നിന്ന് അത് മാറ്റി